ദൈവനാമത്തിൻ്റെ മഹത്വം പറയുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ അനുവാചകർക്കെല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. ഞാൻ കഴിഞ്ഞ ചില നാളുകളായി നടത്തിവരുന്ന ചരിത്രവും ബൈബിളും എന്ന പരമ്പരയുടെ 11ാമത്തെ എപ്പിസോഡാണ് ഇന്ന് നടക്കുന്നത്. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങുന്ന വിഷയമെന്ന് പറയുന്നത് വിശുദ്ധ ബൈബിളിൽ പറയുന്ന ഇസ്രായേൽ എന്ന ആ ജനതയുടെ പൂർവ്വപിതാക്കളും അതുമായിട്ട് ബന്ധപ്പെട്ട ചരിത്ര വസ്തുതകളുമാണ്. പലരും ഇതിനെ ഒരു ഐതിഹ്യ കഥയായിട്ടോ ചരിത്രവുമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത കാര്യമായിട്ടൊക്കെ കരുതുന്നവരുണ്ട്. ഞാൻ അങ്ങനെയുള്ള ആരെയും ആക്ഷേപിക്കുകയല്ല. കാര്യം അവർക്ക് അത്രയും കാര്യങ്ങളെ മനസ്സിലായുള്ളൂ. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം, വിശുദ്ധ ബൈബിളിലേക്ക് നമ്മൾ എത്തുമ്പോൾ ആദ്യമായി അറിയേണ്ട ഒരു കാര്യം, വിശുദ്ധ ബൈബിൾ ഒരു കഥപുസ്തകമല്ല, ഇത് ഒരു ഐതിഹ്യമല്ല, ഒരു ലെജൻഡല്ല. വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത് ചരിത്രവുമായിട്ട് വളരെ അഭേദ്യമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പുസ്തകമാണ്. അതുകൊണ്ട് ആ ഒരു ചിന്തയോടുകൂടി വേണം വിശുദ്ധ ബൈബിളിലേക്ക് നാം കടക്കേണ്ടത്. ഒന്നുകൂടി ഞാൻ പറയാം, ക്രിസ്ത്യാനികളുടെ വേദഗ്രന്ഥമെന്നോ അല്ലെങ്കിൽ യഹൂദരുടെ മതഗ്രന്ഥമെന്നോ ഒക്കെ പറഞ്ഞ് പലരും വിശുദ്ധ ബൈബിളിനെ തരം താഴ്ത്തുവാൻ ശ്രമിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വിശുദ്ധ ബൈബിൾ അങ്ങനെ കുറച്ച് പേർക്ക് വേണ്ടി മാത്രമുള്ള ഒരു പുസ്തകമല്ല. ലോകത്തിലെ സർവ്വ മാനവരാശിക്കും വേണ്ടി ദൈവം നൽകിയ നിയമത്തിൻ്റെ പുസ്തകമാണ്. അപ്പോൾ ആ ഒരു കണക്കുകൂട്ടൽ നിങ്ങൾ ഇത് വായിക്കുമ്പോൾ ഉണ്ടാകണം. സയൻസ്, അതുപോലെ മാത്തമാറ്റിക്സ്, അതുപോലെ ഹിസ്റ്ററി, ഇതൊക്കെ വളരെ കാര്യമായിട്ട്, അതുപോലെ സൈക്കോളജി, ഇതൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് വളരെ വിശദമായിട്ട് കാണാം. ഫിലോസഫി നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഭാഗം, ബൈബിളിനെ ഒരു സാധാരണ ഒരു ഗ്രന്ഥമായിട്ട് നിങ്ങൾ കാണരുത് എന്നൊരു അപേക്ഷയും കൂടെ പറഞ്ഞ് ഞാൻ ഇന്നത്തെ ഈ ക്ലാസ് ആരംഭിക്കുന്നു. ഞാൻ പറഞ്ഞു തുടങ്ങുന്നത് പൂർവ്വപിതാക്കന്മാരും ചരിത്ര വസ്തുതകളുമാണ്. അപ്പോൾ ഒന്നാമത്തേത് നാമങ്ങൾ അഥവാ പേരുകളാണ് പറയുന്നത്. വിശുദ്ധ ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വ്യക്തികളുടെ പേരുകൾ ഈജിപ്തിലും ചുറ്റുപാടുകളിലും ഉണ്ടായിരുന്നതാണ്. അപ്പോൾ മെസപ്പൊത്തോമിയയിലെ ചാഗർ ബസാറിൽ നിന്ന് കണ്ടെടുത്ത ഫലകത്തിൽ അഥവാ മൂലഗ്രന്ഥത്തിൽ യാക്കോബിൻ്റെ പേര് കാണുന്നുണ്ട്. അതായത് നിങ്ങൾക്കറിയാമായിരിക്കും, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്ന് പറയുന്ന ആ 3 പേർ ഇസ്രായേൽ എന്ന് പറയുന്ന ആ വിഭാഗത്തിൻ്റെ പൂർവ്വപിതാക്കളാണ്. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞത് യാക്കോബ് അല്ലെങ്കിൽ ജേക്കബ് എന്ന് പറയുന്ന ആ പേര് നമുക്ക് സുപരിചിതമാണ്. അതും അബ്രഹാമും ഇങ്ങനെയുള്ള നാഹോര് തുടങ്ങിയ പേരുകളൊക്കെ അത് ഒരു കഥാരൂപത്തിൽ നിങ്ങൾ കാണരുത്. അത് അന്ന് നിലവിലുണ്ടായിരുന്ന പേരുകളാണ് എന്നാണ് ഞാൻ പറയാൻ വരുന്നത്. ഇനി ഈജിപ്തിലെ രാജാവായിരുന്ന തുത്മോസിസ് മൂന്നാമൻ്റെ ലിസ്റ്റിൽ BC 15ാം നൂറ്റാണ്ടിൽ രേഖപ്പെടുത്തിയതാണിത്. യാക്കോബ് എന്ന നാം ഒരു പലസ്തീനിയൻ പേരായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ചരിത്ര വസ്തുതകളും അതുപോലെ ഈജിപ്തിലെ ഭരണകർത്താക്കളുടെ രാജ കുടുംബ സംവിധാനമൊക്കെ നിങ്ങൾക്കറിയാമായിരിക്കാം. അപ്പോൾ ഹിക്സോസ് എന്ന് പറയുന്ന ആ രാജകുടുംബത്തിൻ്റെ കാലത്താണ് ജോസഫ് അവിടെ എത്തുന്നത്, അതുപോലെ അവിടുത്തെ മന്ത്രിയാകുന്നത്. ഇത് കഥയല്ല, ഇത് ചരിത്രമാണ്. അതുപോലെ യാക്കോബും തൻ്റെ ബാക്കി മക്കളുമായിട്ട് അവിടേക്ക് ചേക്കേറുന്ന ഭാഗമൊക്കെ നിങ്ങൾക്ക് വിശുദ്ധ ബൈബിളിൽ കാണാം. ഇത് ചരിത്ര വസ്തുതയാണ്. യാക്കോബ് എന്ന വ്യക്തിയുടെ പേര് അന്ന് മധ്യപൂർവ്വ ഏഷ്യയിലെ സാധാരണ പേരുകളിൽ ഒന്നായിരുന്നു എന്നാണ് നമ്മളിത് മനസ്സിലാക്കുമ്പോൾ അറിയേണ്ടത്. ഇനിയും ബാബിലോണിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ള മൂലഗ്രന്ഥത്തിൽ അബ്രഹാം എന്ന പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇസ്രായേലിൻ്റെ ആ ഒരു വംശപരമ്പര തുടങ്ങുന്നത് തന്നെ അബ്രഹാമിൽ നിന്നാണ്. അപ്പോൾ അതിലെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന അബ്രഹാം എന്ന് പറയുന്ന ആ വ്യക്തിയുടെ പേര് നമ്മൾക്ക് ബാബിലോണിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ള ഒരു മൂലഗ്രന്ഥത്തിൽ കാണാൻ കഴിയും. ഹാരാന്റെ സമീപത്തുള്ള ഒരു പട്ടണത്തിൻ്റെ പേരായിട്ട് മാരി ഫലകത്തിൽ നിന്ന് നാഹോർ എന്ന പേര് കണ്ടെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാമായിരിക്കാം, അബ്രഹാമിൻ്റെ സഹോദരനാണ് നാഹോർ എന്ന് പറയുന്നത്. അപ്പോൾ നാഹോർ അന്ന് അറിയാമല്ലോ, ഹാരാൻ എന്ന് ഉള്ളത് അബ്രഹാമിൻ മറ്റൊരു സഹോദരൻ്റെ പേരാണ്. അതേപോലെ തന്നെ ഹാരാൻ എന്ന് പറയുന്നത് സ്ഥലനാമവുമായിട്ട് നിങ്ങൾക്ക് ഉൽപ്പത്തി പുസ്തകം 12ാമത്തെ അധ്യായത്തിൽ കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞത്, നാഹോർ എന്ന് പറയുന്ന ആ പേര് നിങ്ങൾക്ക് ഈ ഒരു പട്ടണത്തിൻ്റെ പേരായിട്ട് നിങ്ങൾക്ക് അതായത് ഹാരാൻ എന്ന് പറയുന്ന ആ പട്ടണത്തിന് സമീപത്തുള്ള ഒരു പട്ടണത്തിൻ്റെ പേരായിട്ട് ആണ് മാരി ഫലകത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇനിയും എബ്രായർ എന്ന വർഗനാമം നമ്മൾ ശ്രദ്ധിക്കണം.
എന്താണ് എബ്രായർ എന്നുള്ള ആ പേര്, അതുപോലെ അത് എവിടുന്ന് വന്നു, അതിന് ഉള്ള പാഠഭേദങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ അറിയേണ്ടത്. ഹബിരു എന്ന പേര് ഭൂഗർഭശാസ്ത്രജ്ഞർ അല്ലെങ്കിൽ ആർക്കിയോളജിസ്റ്റ് കണ്ടെടുത്തിട്ടുണ്ട്. എബ്രായർ എന്നതിന്റെ പാഠഭേദമാണ് ഈ പറയുന്ന ഹബിരു എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മറ്റു ചില പാഠഭേദങ്ങളുടെയുണ്ട്. ഹബിരു, അബിരു, അപേരു എന്നൊക്കെയുള്ള പാഠഭേദങ്ങൾ സ്ഥലമനുസരിച്ചും ഭാഷയനുസരിച്ചും വ്യതിയാനപ്പെട്ടതായിട്ട് ആണ് നമ്മൾ കരുതേണ്ടത്. അപ്പോൾ അതിൽ നിന്നാണ് അത് എന്ന് പറഞ്ഞ എബ്രായർ അല്ലെങ്കിൽ ഹിബ്രു എന്ന് പറയുന്ന ആ ഒരു പേരിനുണ്ടായ പാഠഭേദമാണ് ഞാനീ പറഞ്ഞത്. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൽ അബ്രഹാം 318 അഭ്യാസികളുമായി ചെന്ന് തൻ്റെ സഹോദരപുത്രനും അതുപോലെ തൻ്റെ അളിയനുമായ ലോത്തിനെയും അദ്ദേഹത്തോടു കൂടെയുള്ള ആൾക്കാരെയും, സോദോമിലുള്ള ആൾക്കാരെയും രക്ഷിച്ചുകൊണ്ടുവരുന്ന ഒരു കാര്യം നമ്മൾക്ക് കാണാം. ഉൽപ്പത്തി പുസ്തകത്തിൽ 14-ാം അധ്യായത്തിൽ അവിടെയാണ്, അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 13-ാമത്തെ അധ്യായത്തിൽ അബ്രഹാമിനെ എബ്രായൻ എന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എബ്രായൻ എന്ന പദം ബൈബിളിൽ ആദ്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെയാണ്. ഇനിയും യാക്കോബിന്റെ മകനായ ജോസഫിനെ എബ്രായൻ എന്ന് വിളിച്ചിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 39-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ വാക്യം, അതുപോലെ 17-ാമത്തെ വാക്യം, 41-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം, അവിടെയൊക്കെ നമ്മൾക്ക് എബ്രായൻ എന്നുള്ള പേര് നമ്മൾക്ക് ഇവിടെ കാണാം. ഇനി മറ്റ് ദേശക്കാർ ഇസ്രായേലികളെ എബ്രായർ എന്നാണ് വിളിച്ചിരുന്നത്. അതിൻ്റെയും തെളിവുകൾ ബൈബിളിലുണ്ട്. ഉൽപ്പത്തി പുസ്തകം 43-ാം അധ്യായത്തിന് 32-ാമത്തെ വാക്യം, പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 16-ാമത്തെയും 19-ാമത്തെയും വാക്യം, 2-ാം അധ്യായത്തിന്റെ 6-ാമത്തെയും 9-ാമത്തെയും 11-ാമത്തെയും വാക്യം, അതുപോലെ ശമൂവേലിന്റെ 1-ാമത്തെ പുസ്തകം 4-ാം അധ്യായം 6-9 വാക്യങ്ങൾ. അപ്പോൾ മറ്റ് ആൾക്കാർ അല്ലെങ്കിൽ മറ്റ് വിഭാഗക്കാർ, മറ്റു ദേശക്കാരോ അല്ലെങ്കിൽ മറ്റു ജാതികളോ ഒക്കെ ഇസ്രായേലികളെ പൊതുവിൽ വിളിച്ചിരുന്ന ഒരു പേരാണ് എബ്രായർ എന്ന് പറയുന്നത്. ഇനിയും ശ്രദ്ധിക്കേണ്ട അവിടുത്തെ ഒരു കാര്യം, ഞാൻ അബ്രഹാമിനെ കുറിച്ചാണ് പറയുന്നത്. അബ്രഹാം എന്ന് പറയുന്നയാളാണ് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇസ്രായേൽ എന്ന് പറയുന്ന ആ വലിയ ജനവിഭാഗത്തിന്റെ ഏറ്റവും ആദ്യത്തെ പൂർവ്വപിതാവ് എന്ന് പറയുന്നു. അബ്രഹാമിൽ കൂടിയാണ് അങ്ങനത്തെ ഒരു ജനവിഭാഗത്തെ രൂപപ്പെടുത്തുവാനും വേണ്ടി ദൈവം പദ്ധതി ഇട്ടിരുന്നത്. അപ്പോൾ അവിടെ മുതൽ ഒരു ട്വിസ്റ്റ് നിങ്ങൾക്ക് ചരിത്രത്തിൽ കാണാം. അപ്പോൾ അബ്രഹാമിനോടാണ് ആദ്യ ദൈവം സംസാരിച്ചത് എന്നൊന്നും വിചാരിക്കരുത്. ദൈവം അതിനു മുൻപ് തന്നെ അതിന്റെ മുൻപ് തന്നെയുള്ള പിതാക്കന്മാരോട് സംസാരിച്ചതായിട്ട് നോഹയുടെ കാര്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. അതുപോലെ മറ്റ് പൂർവ്വപിതാക്കന്മാരുടെ ഹാനോക്ക് എന്ന് പറഞ്ഞ പൂർവ്വപിതാവ്, അദ്ദേഹം ദൈവത്തോട് കൂടെ നടന്നിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത്, അപ്പോൾ അബ്രഹാം എന്ന് പറയുന്ന ആ മനുഷ്യനോടല്ല ആദ്യമായിട്ട് ദൈവം ഒരു ഇടപാട് നടത്തിയത്. എന്നാൽ അവിടെയും ഇവിടെയുമായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തി ചിലരെ മാത്രം ദൈവം, അല്ലെങ്കിൽ ചിലർക്ക് ദൈവ വെളിപ്പാടുണ്ടാകുകയും ഒക്കെ ചെയ്ത് അങ്ങനെ പോയെന്നല്ലാതെ ഒരു ക്രമീകൃതമായ രീതിയിൽ ഒരു വിഭാഗത്തെ മുഴുവൻ ദൈവത്തിന്റെ നിയമസംഹിതകൾ നൽകി ദൈവത്തിന്റെ സ്വന്തം ജനമാക്കി രൂപപ്പെടുത്തി അവരെ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുവാനുള്ള ഒരു പ്രത്യേക വിഭാഗമായി അവരിൽ കൂടി ലോകത്തിലുള്ള സകല ജനങ്ങളോടും ദൈവത്തിന്റെ സന്ദേശം പറയുവാനൊക്കെയുള്ള ഒരു പദ്ധതിയാണ് ദൈവം ഇട്ടിരുന്നത്. എന്നാൽ അബ്രഹാം എന്ന് പറയുന്ന ആ മനുഷ്യനിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത്. ഞാൻ ആ ഭാഗത്തേക്കാണ് എത്തുന്നത്. അബ്രഹാമിന്റെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിന്റെ 26 മുതൽ 32 വരെ വാക്യങ്ങൾ അബ്രഹാമിന്റെ കുടുംബചരിത്രത്തിന്റെ വായ്മുഖമാണ്. സാധാരണയായിട്ട് 12-ാമത്തെ അധ്യായം മുതൽ എന്നാണ് പറയുന്നതെങ്കിലും നിങ്ങളത് വളരെ കാര്യമായിട്ട് ശ്രദ്ധിച്ചാൽ അബ്രഹാം വിവാഹം കഴിച്ചത്, അബ്രഹാമിന്റെ സഹോദരൻ വിവാഹം കഴിച്ചത്, അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ചെറിയ വിവരണം നിങ്ങൾക്ക് ഇവിടെ കാണാം. അതാണ് ഞാൻ പറഞ്ഞത്. ഈ പറയുന്ന ഉൽപ്പത്തി പുസ്തകം 11-ാമത്തെ അധ്യായം 26 മുതൽ 32 വരെയുള്ള വാക്യങ്ങളെ അബ്രഹാമിന്റെ കുടുംബ ചരിത്രത്തിന്റെ വായ്മുഖം എന്ന് പറയാം. ഇനി ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ 25-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം വരെയും അബ്രഹാമിന്റെ ചരിത്രം, അല്ലെങ്കിൽ അബ്രഹാമിന്റെ എന്ന് പറഞ്ഞ ആ വ്യക്തിയുടെ ചരിത്രം എന്നാണ് അറിയപ്പെടുന്നത്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതൽ 50-ാമത്തെ അധ്യായം വരെ ഉള്ള ഭാഗങ്ങളെ പുറപ്പാട് പുസ്തകത്തിന്റെ മുഖവര എന്ന് പറയാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നേരെ മറിച്ചാണ് അതിന്റെ കാര്യമെന്ന് പറഞ്ഞത്. ഇസ്രായേൽ മക്കൾ പുറപ്പെട്ട് അവർ ഈജിപ്തിൽ നിന്ന് പോകുമ്പോൾ സീനായിലെ അനുഭവത്തിൽ നിന്നുള്ള ഒരു തിരിഞ്ഞുനോട്ടമായിട്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾക്ക് ഈ അധ്യായങ്ങൾ, അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായം മുതൽ 50-ാമത്തെ അധ്യായം വരെയുള്ള ഭാഗങ്ങളെ നമ്മൾ കാണേണ്ടത്. അബ്രഹാമും സന്തതി പരമ്പരകളും ഒക്കെ തന്നെ
പുരാതന പൗരസ്ത്യ ദേശക്കാർ, അല്ലെങ്കിൽ പഴയ ഭാഷയിൽ പറഞ്ഞാൽ ഏൻഷ്യന്റ് നിയർ ഈസ്റ്റ് എന്ന് പറയുന്ന ആ ഭാഗത്ത് ഉള്ളവരായിരുന്നു. ഒന്നുകൂടി പറയാം, പുരാതന പൗരസ്ത്യ ദേശം എന്ന് വിളിക്കുന്ന ഏൻഷ്യന്റ് നിയർ ഈസ്റ്റ് എന്ന് പറയുന്ന ആ ഭൂവിഭാഗത്തിലെ ആൾക്കാരായിരുന്നു അബ്രഹാമും അദ്ദേഹത്തിന്റെ സന്തതി പരമ്പരകൾ എന്ന് പറയുന്നത്. ഇനിയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പഴയ കാലത്ത് പല സ്ഥലങ്ങളിലും നാടോടി ജീവിതം ഉണ്ടായിരുന്നു. അത് പഴയ കാലത്ത് മാത്രമല്ല, ഈ 21-ാം നൂറ്റാണ്ടിൽ ഉൾപ്പെടെ നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലും നാടോടി ജീവിതം നയിക്കുന്നവരെ കാണാം. എന്ന് പറഞ്ഞാൽ സ്ഥിരവാസമില്ലാത്ത സഞ്ചരിക്കുന്നവരാണ്. അവർക്ക് സ്ഥിരമായിട്ട് വസ്തുവില്ല, സ്ഥിരമായിട്ട് ഒരു താമസത്തിനുള്ള ഒരു വീടില്ല. അവരുടെ ആടുമാടുകളോ അല്ലെങ്കിൽ അവരുടെ സാധന സാമഗ്രികളുമായിട്ട് അവരിങ്ങനെ ഏതാണ് ദേശമെന്ന് അവർക്ക് ഇഷ്ടപ്പെടുന്നിടത്ത് താമസിക്കുവാനും ജീവിക്കുവാനും ഒക്കെ കുറച്ച് നാൾ ഉപയോഗിച്ച്, അല്ലെങ്കിൽ അവരുടെ കന്നുകാലികളെയൊക്കെ അവര് ഭക്ഷണമൊക്കെ കൊടുത്ത് മുൻപോട്ട് പോകുന്ന ഒരു പ്രത്യേക രീതി. അപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, ഇത് പഴയ കാലത്ത് മാത്രമല്ല, ഇക്കാലത്ത് നിങ്ങൾക്ക് അത് കാണാം ചിലടത്ത്. ഞാനത് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കാം. ഇസ്രായേലിന്റെ പൂർവ്വപിതാക്കന്മാർ അവരുടെ ആടുമാടുകൾക്ക് കാലാവസ്ഥ പ്രകാരം ലഭ്യമാകുന്ന പുൽമേടുകൾ തേടി സഞ്ചരിക്കുകയും കൂടാരങ്ങൾ പാർക്കുകയും ചെയ്തുകൊണ്ട് യാത്ര ചെയ്തവരാണ്. അപ്പോൾ ഒരു സ്ഥിരമായിട്ട് അവർ സഞ്ചരിക്കുവാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ അവരുടെ സ്വത്ത് എന്ന് പറയുന്നത് ആടുമാടുകളാണ്. അപ്പോൾ ആ ആടുമാടുകൾ ഇന്നത്തെ പോലെയുള്ള പണം നിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ ഒരു വസ്തു വാങ്ങിച്ച് മറ്റൊരു മേൽവിലയ്ക്ക് വിൽക്കുകയോ ഇല്ലെങ്കിൽ ഒരു കെട്ടിടമുണ്ടാക്കി അത് വിൽക്കുകയോ ഇങ്ങനെയൊക്കെയുള്ള രീതിയല്ല പഴയ കാലത്ത്. അപ്പോൾ സ്വത്ത് എന്ന് പറയുന്നത്, അവരുടെ പ്രധാനപ്പെട്ട സ്വത്ത് എന്ന് പറയുന്നത് അവരുടെ മൃഗസമ്പത്തുകളാണ്. അപ്പോൾ അതിന് എവിടെയൊക്കെയാണോ തീൻ ലഭിക്കുക, വെള്ളം ലഭിക്കുക, കാലാവസ്ഥ അനുസരിച്ച് തീൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ തീൻ ലഭിക്കുന്ന എവിടെയാണോ അതനുസരിച്ച് അവര് പല സ്ഥലങ്ങളിൽ സഞ്ചരിക്കുക രീതിയായിരുന്നു. അപ്പോൾ ഒരു നാടോടി വിഭാഗത്തിൽ പെട്ട വിഭാഗം എന്ന് പറയാം. അവർ ചിലപ്പോൾ ദീർഘദൂരങ്ങൾ യാത്ര ചെയ്ത് മെസപ്പൊട്ടോമിയയുടെ വിവിധ ഭാഗങ്ങളിലേക്കും ഈജിപ്തിലേക്കും ഒക്കെ ഈ ആടുമാടുകൾക്കും അതുപോലെ അവരുടെ കന്നുകാലി വിഭാഗങ്ങൾക്കും ആഹാരം തേടി ഒക്കെ അവർ സഞ്ചരിച്ചിരുന്നു എന്നുള്ളത് ചരിത്ര യാഥാർത്ഥ്യമാണ്. മധ്യപൂർവേഷ്യയിലെ ചരിത്രങ്ങൾ നിങ്ങൾക്ക്, പഴയ ചരിത്രങ്ങൾ അല്ലെങ്കിൽ പൗരാണിക പൗരസ്ത്യ ദേശത്തെ പഴയ ചരിത്രം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ അവര് പോകുന്നത് ഒറ്റയ്ക്കല്ല. ദാസീദാസന്മാർ അവരുടെ കൂടാരങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ കൂടാരം മാത്രമല്ല, ദാസീദാസന്മാരുടെ കൂടാരങ്ങൾ, അതുപോലെ ഇവരുടെ കൂടാരങ്ങൾ, അതുപോലെ ഇവരുടെ കുടുംബം, ആടുമാടുകൾ എന്നിവയുമായിട്ട് ഈ പറയുന്ന അബ്രഹാം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിച്ച ദേശാന്തരിയായിരുന്നു. ആവർത്തന പുസ്തകം 26-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ അങ്ങനെ തന്നെയുള്ള ഒരു പദം ഉപയോഗിച്ചിട്ടുണ്ട്. ദേശാന്തരി എന്ന് പറയുന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറയുന്ന ആ ജനവിഭാഗം അവരങ്ങനത്തെ ഒരു വലിയ വിഭാഗമായി മാറുമ്പോൾ അവർ അറിയേണ്ട ഒരു കാര്യമുണ്ട്. അവരുടെ പൂർവ്വപിതാവ് ദേശാന്തരിയായി സഞ്ചരിച്ചിരുന്നയാളാണ്. അപ്പോൾ ഇത് ഒറ്റയ്ക്ക് പോവുകയല്ല, ഒറ്റയ്ക്ക് പോകാൻ എളുപ്പമാണ്. അപ്പോൾ ഇപ്പോഴത്തെ പോലെയുള്ള യാത്രാ സംവിധാനങ്ങളൊന്നില്ല. അപ്പോൾ ദാസീദാസന്മാര്, അതുപോലെ ഇവരുടെ കൂടാരങ്ങൾ, കുടുംബം, ആടുമാടുകൾ, ഇവരുടെ വീട്ടുപകരണങ്ങൾ എന്ന് വേണ്ട എല്ലാ സാധനങ്ങളുമായിട്ട് ഇവരിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു വലിയ ഗ്രാമം മുഴുവൻ സഞ്ചരിച്ച് പോകുന്ന പ്രതീതിയായിരുന്നു ഇത് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ BC 19-ാം നൂറ്റാണ്ടിലെ ഒരു ശവകുടീരത്തിൽ ഇതിന്റെ ഒരു ചിത്രം വരച്ചു വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നാടോടി വിഭാഗങ്ങൾ യാത്ര ചെയ്ത് പോകുന്നതിന്റെ ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ, അന്ന് ഞാൻ പറഞ്ഞല്ലോ BC 19-ാം നൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ അബ്രഹാമിന്റെ കാലയളവാണ്. BC 1850 സമയത്ത് ജീവിച്ചിരുന്ന ആളാണ്. എന്ന് പറഞ്ഞാൽ BC 19-ാം നൂറ്റാണ്ട് ജീവിച്ചിരുന്ന ആളാണ് അബ്രഹാം. അപ്പോൾ അബ്രഹാമിന്റെ സമകാലികരായ പലരും എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, അവിടെയുള്ള അവരുടെ ആടുമാടുകളൊക്കെ എവിടെയാണോ കാലാവസ്ഥ അനുസരിച്ച് തീനും വെള്ളവും ലഭിക്കുക, അങ്ങനെ അവർ ഈ ആടുമാടുകളുമായിട്ട് സ്ഥിരവാസമില്ലാതെ ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുക എന്ന അന്നത്തെ രീതിയാണ്. അപ്പോൾ അബ്രഹാം മാത്രം സഞ്ചരിച്ചു എന്നല്ല ഞാൻ ഈ പറഞ്ഞത്. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കണം, അന്നത്തെ ഒരു രീതിയാണ്. എന്നാൽ അബ്രഹാം സഞ്ചരിച്ചത് ആടുമാടുകൾക്ക് തീറ്റി മാത്രമല്ല, എന്നാൽ ദൈവത്തിന്റെ ശബ്ദം അല്ലെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് അല്ലെങ്കിൽ ദൈവത്തിന്റെ കൽപ്പന, നിയോഗം കിട്ടിയാണ് അബ്രഹാം സഞ്ചരിച്ചിരുന്നതെന്ന് നിങ്ങൾക്ക് അബ്രഹാമിന്റെ ചരിത്രം നിങ്ങൾക്ക് പഠിച്ചാൽ നന്നായിട്ട് മനസ്സിലാകും. അപ്പോൾ എന്നാൽ അന്നത്തെ കാലത്തെ ഒരു പ്രത്യേക രീതിയാണ് സ്ഥിരവാസമില്ലാതെ സഞ്ചരിക്കുക എന്ന് പറയുന്ന ഒരു രീതി. പുരാതന പട്ടണമായ മാരിയിൽ നിന്ന് ഭൂഗർഭശാസ്ത്രജ്ഞന്മാർ കണ്ടെടുത്ത ഫർട്ടൈൽ ക്രസന്റ് അല്ലെങ്കിൽ ഫലഭൂയിഷ്ടമായ ചന്ദ്രക്കല പ്രദേശം നിങ്ങൾക്കറിയാമായിരിക്കാം. അതായത് ഈ ഈജിപ്തിൽ വന്നെത്തുന്ന, പലസ്തീനിൽ കൂടി പോയി സിറിയ വഴി അങ്ങനെ മുകളിലേക്ക് പോകുന്ന
ഫലഭൂയിഷ്ടമായ ചന്ദ്രക്കല പ്രദേശം എന്ന് വിളിക്കുന്ന ഫെർട്ടൈൽ ക്രസന്റ്. അപ്പോൾ അവിടെ ഒരു ഫലകം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുന്ന ഒരു ഫലകം മാരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒന്ന് ഭൂഗർഭശാസ്ത്രജ്ഞന്മാരെ കണ്ടെടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് എവിടേക്കും സ്വതന്ത്രമായി സഞ്ചരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം അന്നത്തെ അവിടെയുള്ള ജനങ്ങൾക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഫെർട്ടൈൽ ക്രസന്റിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥിരവാസമില്ലാതെ എന്താവശ്യങ്ങൾക്ക് വേണ്ടിയും സഞ്ചരിക്കുവാനും വേണ്ടി അന്നത്തെ കാലത്ത് അവിടെയുള്ള ജനങ്ങൾക്ക് അനുവാദം ഉണ്ടായിരുന്നതാണ്. ഇനി ഞാൻ എൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്നവരോട് ഒരു കാര്യം കൂടെ പറയാം. വിശുദ്ധ ബൈബിൾ പഠനത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന രണ്ട് പ്രമുഖമായ സൈറ്റുകളാണ് മാരി അതുപോലെ ന്യൂസി എന്ന് പറയുന്നത്. ഞാൻ പിന്നീട് ഉള്ള ക്ലാസ്സുകളിൽ അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ അതിലെ ഒരു സ്ഥലമാണ് മാരി എന്ന് പറഞ്ഞാൽ ബൈബിൾ കള്ളക്കഥയല്ല, ഇത് കെട്ടുകഥയല്ല എന്ന് തെളിയിക്കുവാൻ കഴിയുന്ന ധാരാളം തെളിവുകൾ കണ്ടെടുത്തിട്ടുള്ള സ്ഥലങ്ങളാണ് ഈ മാരി ന്യൂസി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ബൈബിൾ വായിച്ചു പോകുമ്പോൾ ഇതൊരു കെട്ടുകഥയാണെന്നോ ഇത് ആരാണ്ട് എഴുതി വെച്ച ഒരു കഥയുടെ ഒരു ഭാഗമാണ് എന്നൊക്കെ ചിലർ അറിഞ്ഞോ അറിയാതെ വ്യാഖ്യാനിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു കെട്ടുകഥയോ കള്ളക്കഥയോ അല്ല ഇത് എന്ന് പറയുന്നത്. ഇത് ഒരു ഇതിഹാസമല്ല, ഇത് ചരിത്ര സംഭവമാണ്. അപ്പോൾ ചരിത്ര സംഭവമാണ് ബൈബിൾ പറഞ്ഞ ഭാഗങ്ങൾ എന്നതിന് തെളിവുകൾ നിരത്തുവാൻ കഴിയുന്ന ധാരാളം വസ്തുതകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കണ്ടെടുത്തിട്ടുണ്ട്. അതിൽ തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന രണ്ട് സ്ഥലങ്ങളാണ് ഈ പറഞ്ഞ മാരി ന്യൂസി എന്ന് പറയുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഞാൻ തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഞാൻ മാരി ന്യൂസി തുടങ്ങിയ സ്ഥലങ്ങളെ കുറിച്ചൊക്കെ ഞാൻ പരാമർശിക്കുന്നുണ്ട്. ഇനി അക്കാലത്തെ പലസ്തീൻ എന്ന് പറയുന്നത് തില്ലി പോപ്പുലേറ്റഡ് ആണ്. അതായത് അവിടെയും ഇവിടെയും ജനങ്ങൾ താമസിക്കുന്ന അല്ലെങ്കിൽ ജനവാസം കുറഞ്ഞ സ്ഥലമായിരുന്നുവെന്നും ആ വിഭാഗത്തിന്റെ മുഖ്യ ഭാഗങ്ങളും കാടായിരുന്നുവെന്നുമാണ് ഭൂഗർഭശാസ്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ ആർക്കിയോളജിസ്റ്റ് വ്യക്തമാക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അവിടെ ജനങ്ങൾ അവിടെയും ഇവിടെയും മാത്രം താമസിക്കുന്ന തില്ലി പോപ്പുലേറ്റഡ് ആണ്, ജനവാസം കുറഞ്ഞ സ്ഥലമാണ്, അതോടൊപ്പം തന്നെ കാട് പിടിച്ച സ്ഥലവുമായിരുന്നു എന്നാണ് ഭൂഗർഭ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിരിക്കുന്നത്. പലസ്തീൻ, പഴയ പലസ്തീന്റെ കാര്യം പറയുന്നത്. ഇപ്പോഴത്തെ പലസ്തീൻ എന്ന് പറയുന്നത് വളരെ മനോഹരമാണ്. അപ്പോൾ ആയതിനാൽ മൃഗങ്ങളുമായിട്ടുള്ള സഞ്ചാരം സുസാധ്യമായിരുന്നു. അപ്പം മൃഗങ്ങളെ മാത്രം കൊണ്ടുപോയാൽ പോരാ. ഇവിടെയുള്ള ആൾക്കാർ, നമ്മുടെ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ മൃഗങ്ങളെ തീറ്റി വിട്ടിട്ട് തിരിച്ച് വീട്ടിൽ കൊണ്ടുവരും. ഇതങ്ങനല്ല, മൃഗങ്ങളെ മാത്രം വിട്ടാൽ പോരാ, ആ കൊണ്ടുപോകുന്നവരും അതുപോലെ അതിൻ്റെ ഇടയന്മാരും അതിൻ്റെ ഉടയവരും അതുപോലെ അവരുടെ താമസിക്കുവാനുള്ള കാര്യങ്ങളായ കൂടാരങ്ങളും അതിൻ്റെ എല്ലാ സാമഗ്രികളും അതുപോലെ ഇവരുടെ ദാസീദാസന്മാരും വീട്ടുപകരണങ്ങളും എല്ലാം കൂടി ആണ് ഈ യാത്ര. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ അങ്ങനെ അത് സഞ്ചരിച്ചു പോകാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഒരു ഗ്രാമം മുഴുവൻ സഞ്ചരിച്ചു പോകുന്ന പോലെയാണ് അവർ സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. മൃഗങ്ങൾക്ക് എവിടെ വെള്ളവും തീറ്റയും ലഭിക്കുമോ അവിടെയൊക്കെ അവർ മാറി മാറി സഞ്ചരിച്ചു കൊണ്ടിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജല ദൗർലഭ്യതയുള്ള പ്രദേശമാണ് മധ്യപൂർവേഷ്യ. ഇന്നത്തെ മധ്യപൂർവേഷ്യയെ വെച്ച് നിങ്ങൾ അളക്കരുത്. ഇന്ന് ശാസ്ത്രം വളർന്നു, ടെക്നോളജികൾ വർദ്ധിച്ചനുസരിച്ച് വെള്ളം പല സ്ഥലങ്ങളിൽ നിന്നും ശേഖരിക്കുവാനും അതുപോലെ വെള്ളം റീസൈക്കിൾ ചെയ്തെടുക്കുവാനും അതുപോലെ കടൽ വെള്ളം ശുദ്ധീകരിച്ചെടുക്കുവാനും ഒക്കെ ഉള്ള സിസ്റ്റം മനുഷ്യൻ കണ്ടെത്തിയിട്ടുണ്ട്. അന്ന് ഇതൊന്നുമില്ല. അപ്പോൾ പഴയ പലസ്തീനും അതുപോലെ പഴയ മധ്യപൂർവേഷ്യയും എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ചുറ്റുപാടുകൾ എന്ന് പറയുന്നത് ജലത്തിന് ദൗർലഭ്യത ഉണ്ടായിരുന്ന സ്ഥലമാണ്. പുരാതന പൗരസ്ത്യ ദേശത്ത് നാടോടി ജീവിതം നയിച്ച വിഭാഗങ്ങൾ ഈ അബ്രഹാമും കൂട്ടരും മാത്രമല്ല, ധാരാളം വിഭാഗങ്ങളുണ്ട്. അതിലെ ഒരു വിഭാഗമാണ് ഈ അബ്രഹാമിന്റെ സന്തതി പരമ്പരകളും എന്നാണ്. സ്ഥിരവാസമില്ലാത്തവർ, നാടോടികൾ, ജിപ്സികൾ, അതുപോലെ നൊമാഡിയൻസ്, ദേശാന്തരികൾ, സഞ്ചാരി ഇടയവർഗം എന്നൊക്കെ ഇവർക്ക് വിളിപ്പേരുണ്ട്. അപ്പോൾ പല പേരിൽ ആണ് പലരും ഇപ്പോഴും അറിയപ്പെടുന്നത്. രാജസ്ഥാൻ, ഗുജറാത്ത് എന്നീ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിങ്ങൾക്കെന്നും സ്ഥിരവാസമില്ലാതെ സഞ്ചരിക്കുന്നവർ ശരിയായിട്ട് രാജസ്ഥാനികളാണ്. കാഠിയാവാടി എന്ന് പറയുന്ന ഒരു ഇടയവർഗമുണ്ട്. ഞാൻ അവരെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അവർക്ക് സ്ഥിരവാസമില്ല, സ്ഥിരമായ വസ്തുവില്ല, സ്ഥിരമായ വീടില്ല. അവരുടെ ഭാര്യ, അവരുടെ മക്കൾ, അവരുടെ കൊച്ചുമക്കൾ, ആടുമാടുകൾ, അവരുടെ കൂടാരങ്ങൾ, ഇതുമായിട്ട് അവരിങ്ങനെ സഞ്ചരിക്കുകയാണ്. ഇപ്പോഴും 21ാം നൂറ്റാണ്ടിലും നിങ്ങൾക്ക് ഇവരെ ഇപ്പോഴും ഈ രാജസ്ഥാൻ അതുപോലെ ഗുജറാത്തിന്റെ ചില ഭാഗങ്ങളിൽ ഇപ്പോൾ ചെന്നാൽ കാണാം. എന്താ കാര്യം എന്നറിയാമോ? അവർക്ക് ഇതുപോലെ തന്നെ അവരുടെ പ്രധാനപ്പെട്ട അവരുടെ സമ്പത്ത് എന്ന് പറഞ്ഞ മൃഗങ്ങളാണ്. ആ മൃഗങ്ങൾക്ക് എവിടെയാണോ തീറ്റയും വെള്ളവും കിട്ടുക അവിടെയൊക്കെ അവർ സഞ്ചരിച്ചു പോവുക എന്നുള്ള അവരുടെ ധർമ്മമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ അതുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, പഴയ കാലത്തെ കാര്യം ഒന്ന് ഓർക്കുക. ഇപ്പൊ ഞാൻ ഈ പറയുന്ന സമയത്തല്ലെങ്കിലും
ഒരു 20 വർഷം പുറകിലേക്ക് കേരളക്കാരാലോചിക്കുക. ഒഡിയ എന്ന് പറയുന്ന സംസ്ഥാനത്തു നിന്ന്, അതുപോലെ രാജസ്ഥാൻ, അങ്ങനെയുള്ള വടക്കേന്ത്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൂട്ടമായിട്ട് ആൾക്കാര് നമ്മുടെ കേരളത്തിൽ എത്തുമായിരുന്നു ചില സീസണുകളിൽ. ഇവിടെ വന്നവർക്ക് ഏതെങ്കിലും കടത്തിണ്ണയിലോ ഏതെങ്കിലും പറമ്പിലോ കയറി കിടന്ന് ഇവിടുത്തെ ആൾക്കാരുടെ പല കാര്യങ്ങളൊക്കെ അവർ മോഷ്ടിച്ചു തിന്നുകയും കോഴിയെ പിടിച്ച് അവര് കറി വെക്കുകയും ഒക്കെ ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ്. അപ്പോൾ ഇന്നത്തെ കാലത്തുൾപ്പെടെ ഞാൻ ഈ പറഞ്ഞ വിഭാഗങ്ങൾ ഉണ്ട്, സ്ഥിരവാസമില്ലാതെ സഞ്ചരിക്കുന്ന വിഭാഗങ്ങൾ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഇനി ഞാൻ പൗരസ്ത്യ അല്ലെങ്കിൽ പുരാതന പൗരസ്ത്യ ദേശത്തെക്കുറിച്ചാണ് പറയുന്നത്, ഏൻഷ്യൻ നിയർ ഈസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് ആദ്യ സംസ്കാരങ്ങളുടെയും നാഗരികതയുടെയും കേന്ദ്രമായിരുന്നു. ഇത് ചരിത്ര ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഇന്നത്തെ ആധുനിക മിഡിൽ ഈസ്റ്റ് അഥവാ മധ്യപൂർവ്വ ഏഷ്യയാണ് ഈ പറഞ്ഞ വിശാലമായ പ്രദേശം. അപ്പോൾ പഴയ പേരാണ് ഞാൻ പറഞ്ഞത്, ഏൻഷ്യൻ നിയർ ഈസ്റ്റ് അല്ലെങ്കിൽ പുരാതന പൗരസ്ത്യ ദേശം എന്ന് വിളിക്കുന്ന സ്ഥലം. ഇന്നതിന് മധ്യപൂർവ്വ ഏഷ്യ എന്നോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് എന്നൊക്കെയാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഇതിൽ ഉൾപ്പെട്ട സ്ഥല വിഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ഞാൻ തുടർന്ന് പറയുന്നത്. ആധുനിക ഇറാഖും തെക്കൻ കിഴക്കൻ തുർക്കിയും തെക്ക് പടിഞ്ഞാറ് ഇറാനും വടക്ക് കിഴക്കേ സിറിയയും കുവൈറ്റും ഉൾപ്പെടുന്ന മെസപ്പൊത്തോമിയ എന്ന പറയുന്ന സ്ഥലമാണ് ഇതിലെ ഒന്ന്. രണ്ടാമത്തേത് പുരാതന ഈജിപ്താണ്. മൂന്നാമത്തേത് ഏലാം, മേദ്യ, പാർത്തിയ, പേർഷ്യ തുടങ്ങിയ സ്ഥലങ്ങൾ ഉൾപ്പെടുന്ന പുരാതന ഇറാനാണ്. അടുത്തതാണ് അനാട്ടോളിയ അല്ലെങ്കിൽ ഏഷ്യ മൈനർ എന്ന് പഴയ കാലത്ത് വിളിച്ചുകൊണ്ടിരുന്ന ആ ഭാഗം, അനാട്ടോളിയ. അടുത്ത ഭാഗമാണ് തുർക്കിയുടെ കിഴക്കൻ അനാട്ടോളിയ പ്രവിശ്യ, അർമേനിയ, വടക്ക് പടിഞ്ഞാറൻ ഇറാൻ, തെക്കൻ ജോർജിയ, പടിഞ്ഞാറൻ അസർബൈജാൻ എന്നിവ ഉൾപ്പെടുന്ന അർമേനിയൻ ഉന്നത ഘട്ടങ്ങൾ എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ അതുകൊണ്ട് തീർന്നില്ല. അടുത്ത ഭാഗമാണ് ആധുനിക സിറിയ, അതുപോലെ ലബനോൻ, പലസ്തീൻ, ഇസ്രായേൽ, ജോർദാൻ എന്നിവ എല്ലാം കൂടെ ചേരുന്ന പശ്ചിമേഷ്യയിലെ പൂർവ്വ മെഡിറ്ററേനിയൻ പ്രദേശം എന്ന് അറിയപ്പെട്ടിരുന്ന ലാവന്റ് എന്ന് പറയുന്ന ആ ഭൂവിഭാഗം. അടുത്തതാണ് സൈപ്രസ് അല്ലെങ്കിൽ കുപ്രോസ് എന്ന് പറയുന്നത്. ഏറ്റവും അവസാനത്തെ പറയുന്നു അറേബ്യൻ പെനിൻസുല അല്ലെങ്കിൽ അറേബ്യൻ ഉപദ്വീപ്. അപ്പോൾ ഇത്രയും കൂടുന്നതാണ് ഞാൻ മുമ്പേ പറഞ്ഞ പുരാതന പൗരസ്ത്യ ദേശം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഏൻഷ്യൻ നിയർ ഈസ്റ്റ് നമ്മൾ അതിന്റെ ചെറിയൊരു ഭാഗം ഇപ്പോൾ പറയുന്നുള്ളൂ. എന്നാൽ പുരാതന പൗരസ്ത്യ ദേശം എന്ന് പറയുന്ന ഇത്രയും വിശാലമായ ഒരു ഭൂവിഭാഗമാണെന്നാണ്. അപ്പോൾ ചെറിയൊരു സ്ഥലത്തിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞു, വളരെ വിശാലമായിട്ടുള്ള ഒരു ഭൂവിഭാഗമാണ്. ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഇന്നത്തെ ഈ എപ്പിസോഡിന് ഇവിടെ വിരാമക്കുന്നില്ല. ഇനിയും ഈ പൗരസ്ത്യ ദേശവും ചരിത്ര വസ്തുതകളുമാണ് ഞാൻ തുടർന്ന് പറയാൻ തുടങ്ങുന്നത്. BC 4ാം സഹസ്രാബ്ദത്തിൽ സുമർ SUMAR സുമർ സംസ്കാരത്തിന്റെ ആവിർഭാവത്തോടെയാണ് ഏൻഷ്യൻ നിയർ ഈസ്റ്റിന്റെ പ്രസിദ്ധ ചരിത്രം ആരംഭിക്കുന്നത്. അപ്പോൾ അതുവരെ ചരിത്രമില്ലെന്നൊന്നും ആരും ഓർക്കരുത്. പ്രസിദ്ധ ചരിത്രം ആരംഭിക്കുന്നത് ഏൻഷ്യൻ നിയർ ഈസ്റ്റ് അല്ലെങ്കിൽ പുരാതന പൗരസ്ത്യ ദേശത്തിന്റെ പ്രസിദ്ധ ചരിത്രം ആരംഭിക്കുന്നത് അന്ന് മുതലാണ്. സുമർ എന്നത് തെക്കൻ മെസൊപ്പൊത്തോമിയയിൽ അഥവാ ആധുനിക തെക്കൻ ഇറാഖിലുണ്ടായ ഏറ്റവും പഴയ അറിയപ്പെടുന്ന സംസ്കാരമാണ്. ഇതിന് ഫ്രാത്ത് നദിയുടെ സംസ്കാരം എന്നും ബാബിലോണിയൻ സംസ്കാരം എന്നൊക്കെ അറിയപ്പെടും. നിങ്ങൾക്കറിയാമായിരിക്കാം, ലോകത്തിലെ പുരാതന സംസ്കാരങ്ങൾ 4ആണ്. അത് ഞാനിപ്പോൾ പരാമർശിക്കുന്നില്ല. അതിൽ തന്നെ ഏറ്റവും മുന്തി നിന്ന അല്ലെങ്കിൽ ഏറ്റവും പഴയത് എന്ന് വിശ്വസിക്കുന്നതാണ് ഫ്രാത്ത് നദിയുടെ സംസ്കാരം എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ ബാബിലോണിയൻ സംസ്കാരം എന്ന് വിളിക്കുന്ന ഈ പറയുന്ന സുമർ എന്ന സംസ്കാരം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്നുകൂടി സംസ്കാരങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ അറിയേണ്ടത്, പുരാതന സംസ്കാരങ്ങളെല്ലാം തഴച്ചു വളർന്നത് നദികളുടെ തീരത്തായിരുന്നു എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഉൾപ്പെടെ അതാണ്. അപ്പോൾ 4 സംസ്കാരങ്ങളും പുരാതന സംസ്കാരങ്ങളും തഴച്ചു വളർന്നത് നദികളുടെ തീരത്താണ്. അപ്പോൾ അതിന്റെ കാരണങ്ങളുമുണ്ട്. അത് ഞാൻ മറ്റൊരു ക്ലാസ്സിൽ അത് സമയം ലഭിച്ചാൽ പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ബാബിലോണിയൻ സംസ്കാരത്തെ ആണ് ശരിയായിട്ട് നമ്മൾ ഫ്രാത്ത് നദിയുടെ സംസ്കാരം അല്ലെങ്കിൽ സുമർ സംസ്കാരം എന്ന് വിളിക്കുന്നത്. ഇനി ഏൻഷ്യൻ നിയർ ഈസ്റ്റ് എന്തിനൊക്കെ പ്രാധാന്യം നൽകി, അല്ലെങ്കിൽ എന്താണ് ഏൻഷ്യൻ നിയർ ഈസ്റ്റിനെ അല്ലെങ്കിൽ പുരാതന പൗരസ്ത്യ ദേശത്തെ
ഇത്ര പ്രാധാന്യമായിട്ട് പറയുവാൻ കാരണം എന്നുള്ളതാണ് ഞാൻ തുടർന്ന് ചില കാര്യങ്ങൾ പറയുന്നത്. ഒന്നാമതായിട്ട്, സംസ്കാരത്തിൻ്റെയും നാഗരികതയുടെയും പിള്ളത്തൊട്ടിലായിട്ടാണ് ഈ പറയുന്ന ഏൻഷ്യൻ നിയർ ഈസ്റ്റിനെ അറിയപ്പെടുന്നത്. അറിയാമല്ലോ, ഞാൻ പറഞ്ഞല്ലോ പുരാതന സംസ്കാരങ്ങൾ 4ആണ്, പക്ഷെ അതിൽ തന്നെ ഏറ്റവും പഴക്കമുള്ള ഏറ്റവും പൗരാണികമായ സംസ്കാരം. അതുകൊണ്ടാണ് സംസ്കാരത്തിൻ്റെയും നാഗരികതയുടെയും പിള്ളത്തൊട്ടിലായി ഇതിനെ അറിയപ്പെടുന്നത്. ഇനിയും ശ്രദ്ധിക്കണം, പഴയ മനുഷ്യന് വിവരമില്ലെന്നൊക്കെയാണ് നമ്മുടെ ആൾക്കാർ കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോഴത്തെ മനുഷ്യൻ ഇങ്ങനെ മിടുക്കനായി വന്ന അല്ല. പഴയ കാലത്തെ നിർമ്മിതികൾ, അതുപോലെ പഴയ കാലത്തെ ചരിത്രരേഖകളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇന്നത്തെ ആൾക്കാരെ വെല്ലുന്ന രീതിയിലുള്ള പഴയ കാര്യങ്ങൾ അവർ കണ്ടെത്തിയിട്ടുണ്ട്. ഇതുപോലെ ശാസ്ത്രം വികസിച്ചില്ല എന്നുള്ള സത്യമാണ്. അതുപോലെ സൗരയൂഥത്തെക്കുറിച്ചുള്ള അറിവ് കുറവായി എന്നുള്ള സത്യമാണ്. അതുപോലെ നക്ഷത്രജാലങ്ങളെക്കുറിച്ചും അതുപോലെ ഉള്ള ബഹിരാകാശത്തെക്കുറിച്ച് അറിവ് കുറവാന്നുള്ള സത്യമാണ്. യന്ത്രങ്ങൾ അന്നില്ല എന്നുള്ള സത്യമാണ്. പക്ഷേ അന്ന് അവർ ഉണ്ടാക്കിയിട്ടുള്ള നിർമ്മിതികളും അതുപോലെ നാഗരിക സംവിധാനവും എന്ന് പറയുന്നത് ഇന്നത്തെ ആധുനിക മനുഷ്യൻ അവർ അന്താളിച്ചു നിൽക്കുന്ന രീതിയിലുള്ള സംവിധാനമാണ് അവർ കണ്ടെത്തിയിരുന്നത്. അതുകൊണ്ട് പഴയ മനുഷ്യന് വിവരമില്ല എന്നുള്ള ഒരു ധാരണ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ നിന്ന് മാറ്റിക്കളയണം. ഇനിയും ഞാൻ പറഞ്ഞു വരുന്നത് ഏൻഷ്യൻ നിയർ ഈസ്റ്റിന്റെ പ്രത്യേകത എന്താണെന്നാണ് പറഞ്ഞു വരുന്നത്. ഒന്നാമത്തെയാണ് പറഞ്ഞത് സംസ്കാരത്തിന്റെയും നാഗരികതയുടെയും പിള്ളത്തൊട്ടിലായിട്ടാണ് ഇതിനെ കരുതുന്നത്. രണ്ടാമത്തേത്, വർഷവൃത്ത കൃഷി ആദ്യമായിട്ട് പ്രാവർത്തികമാക്കിയ സ്ഥലമാണ്. അറിയാമല്ലോ, ഇങ്ങനെ കറങ്ങി വരുന്ന ചാക്രികമായ കൃഷിരീതികൾ കണ്ടെത്തിയാൽ പ്രയോഗത്തിൽ വരുത്തിയ ഭൂവിഭാഗമാണ് ഈ പറയുന്ന പുരാതന പൗരസ്ത്യ ദേശം എന്ന് പറയുന്നത്. അതുപോലെ ഇടതെങ്ങിയ ആദ്യ നാഗരിക സ്ഥിരവാസം ഉദയിച്ചത് ഇവിടെയാണ്. എന്ന് പറഞ്ഞാൽ അവിടെയും എവിടെയും ഒക്കെ മനുഷ്യൻ താമസിച്ചിരുന്നു. പക്ഷേ ഇടതിങ്ങിയ ആദ്യ നാഗരിക സ്ഥിരവാസം ആരംഭിച്ചത് ഇവിടെയാണ്. നാലാമത്തെ കാര്യം, നാഗരികതയുടെ പല പ്രമുഖ സ്ഥാപനങ്ങളും വികാസം പ്രാപിച്ചത് ഇവിടെയാണ്. അതിലൊന്നാമത്തേത് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനാണ്, സാമൂഹിക ഘടനാവിന്യാസമാണ്. രണ്ടാമത്തേത് സെൻട്രലൈസ്ഡ് ഗവൺമെന്റ് ആണ്, അല്ലെങ്കിൽ കേന്ദ്രീകൃത സർക്കാർ സംവിധാനം ആരംഭിച്ച അവിടെയാണ്. അതുപോലെ എംപയേഴ്സ്, സാമ്രാജ്യങ്ങൾക്ക് ഉദയമുണ്ടായത് അവിടെയാണ്. അതുപോലെ ഓർഗനൈസ്ഡ് റിലീജിയൻ, ക്രമീകൃത മതം എന്ന് പറയുന്നത് ഉദയം ചെയ്ത് അവിടെയാണ്. അതുപോലെ ഓർഗനൈസ്ഡ് വെൽഫെയർ, ക്രമീകൃത വാർഫെയർ, ക്രമീകൃത യുദ്ധരീതി എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ യുദ്ധം ചെയ്യാന്നുള്ളതല്ല, യുദ്ധത്തിന് നിയമങ്ങളും സംവിധാനങ്ങളും ഒക്കെ നിങ്ങൾക്ക് പഴയ കാലത്തെ അറിയാമായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി എടുത്തത് ആദ്യമായിട്ട് എവിടെയാണ്. മറ്റേ അങ്ങനെയല്ല, തോന്നുന്നിടത്ത് കയറി യുദ്ധം ചെയ്യുക, യുദ്ധത്തിന് നിയമമില്ല. ആധുനിക യുദ്ധ രീതികൾ അറിയാം, യുദ്ധ നിയമങ്ങളുണ്ട്. അത് ചില രാജ്യങ്ങൾ പാലിക്കുന്നില്ല. ഇസ്രായേലിനെ കുറിച്ചുമൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങൾ കേട്ടത് യുദ്ധ നിയമങ്ങൾ പാലിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാണ്. അപ്പോൾ എന്തുമാകട്ടെ, അപ്പോൾ പഴയ കാലത്ത് ഇതൊന്നും ഇല്ലായിരുന്നു എന്ന് ഓർക്കരുത്. ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ കണ്ടെത്തിയ വിഭാഗം അല്ലെങ്കിൽ ആ സ്ഥലം ഭൂവിഭാഗം എന്ന് പറഞ്ഞ് ഏൻഷ്യൻ നിയർ ഈസ്റ്റ്. അഞ്ചാമത്തേത്, ആദ്യ എഴുത്ത് വിദ്യ ഉണ്ടായിരുന്നത് ഈ പറഞ്ഞ ഏൻഷ്യൻ നിയർ ഈസ്റ്റിലാണ്. ആറാമത്തേത്, ആദ്യ അക്ഷരമാല കണ്ടെത്തിയത് അവരാണ്, അല്ലെങ്കിൽ അവരാണ് ഉപയോഗിച്ചിരുന്നതാണ്. ഏഴാമത്തേത്, ആദ്യ കറൻസി അല്ലെങ്കിൽ നാണയം, ബാർട്ടർ സിസ്റ്റം. എൻ്റെ ഗൾവുകാർക്ക് അറിയാമായിരിക്കാം, ആയവയം എന്ന് പറയുന്ന രീതി. ഒരു സാധനം അല്ലെങ്കിൽ ഒരു കാളയെ കൊടുത്തിട്ട് 10 ആടിനെ വാങ്ങുക, അതുപോലെ ഒരു ആടിന് പകരം 10 തേങ്ങ കൊടുക്കുക. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റി. അതിനാണ് മലയാളത്തിൽ ആയവയം എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷിലാണ് ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കുന്ന ആ പദമാണ് എല്ലാവർക്കും അറിയാവുന്നത്, ബാർട്ടർ സിസ്റ്റം. പക്ഷേ ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത് അത് ഉള്ളപ്പോൾ തന്നെ നാണയങ്ങൾ കൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്ന, കച്ചവടവും മറ്റും നിയന്ത്രിക്കുന്ന രീതികളിലേക്ക് വന്നെത്തിയ വിഭാഗമാണ് ഈ പറയുന്ന ഈ ഏൻഷ്യൻ നിയർ ഈസ്റ്റ് എന്ന് പറഞ്ഞ ആ സ്ഥലം. അടുത്തതാണ് ഇതിന്റെ പ്രത്യേകത, ആദ്യ നിയമസംഹിത അല്ലെങ്കിൽ ലോ കോഡ് ഉണ്ടായത് അവിടെയാണ്. അപ്പോൾ നിയമം എന്ന് പറയുന്നത് ലോകത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ ആദ്യ നിയമസംഹിത അല്ലെങ്കിൽ ലോ കോഡ് അറിയാമായിരിക്കാം, ഹമ്രാബി ലോ കോഡ് എന്ന് പറയുന്ന ലോകത്തിലെ ആദ്യ നിയമസംഹിത ഉണ്ടായത് അവിടെയാണ്. ഇനിയും അസ്ട്രോണമിയുടെ അല്ലെങ്കിൽ ജ്യോതിശാസ്ത്രത്തിന് അടിസ്ഥാനമിട്ടത് അവിടെയാണ്. അപ്പോൾ ഇത് പിന്നീട് വികാസം പ്രാപിച്ചു, പക്ഷേ അതിന് അടിസ്ഥാനമിട്ടത് അവിടെയാണ്. അതുപോലെ ഗണിതശാസ്ത്രത്തിന് അടിസ്ഥാനമിട്ടത് അവിടെയാണ്. അതുപോലെ ചക്രത്തിന്റെ കണ്ടുപിടുത്തം നടന്നത് ഈ പറയുന്ന പുരാതന പൗരസ്ത്യ ദേശത്താണ്. അപ്പോൾ ഇങ്ങനെ ഒക്കെയുള്ള ധാരാളം സംഭാവനകൾ ലോകത്തിന് നൽകിയ ഒരു വലിയ ഭൂവിഭാഗമാണ്
ഇസ്രായേലിന്റെ പൂർവ്വപിതാക്കന്മാർ താമസിച്ച് സഞ്ചരിച്ച് പിന്നീടും ഇസ്രായേലിന്റെ ദൈവം അവകാശമായി ഇടം കൊടുത്ത പലസ്തീനുമൊക്കെ ഉൾപ്പെടുന്ന വളരെ വിശാലമായ പുരാതന പൗരസ്ത്യ ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കഥയല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അബ്രഹാമിന്റെ സന്തതികളുടെയും ചരിത്രം എന്ന് പറയുന്നത് കഥയല്ല, അത് ചരിത്ര വസ്തുതകളാണ്. അവർ ലോകത്തിന്, അവരും അവരുടെ വിഭാഗങ്ങളുമൊക്കെ ലോകത്തിന് സംഭാവന ചെയ്തതല്ല. ഇനിയും ഒന്നുകൂടി പറഞ്ഞാൽ, യഹൂദനെന്ന് ഇപ്പോൾ ലോകത്തിൽ വിളിക്കുന്ന ഇസ്രായേലിനെ അവർ ലോകത്തിന് സംഭാവന നൽകിയ ചെറിയ കാര്യങ്ങളല്ല. ചരിത്രം പഠിച്ചവർക്കറിയാം, അതുപോലെ പത്രങ്ങളും മാധ്യമങ്ങളും നന്നായിട്ട് വിലയിരുത്തി വായിക്കുന്നവർക്കറിയാം. ഈ പ്രശ്നങ്ങളെല്ലാം അവിടെ നടക്കുന്നെങ്കിലും ഇന്ന് ലോകത്തിൽ കണ്ടുപിടുത്തങ്ങളുടെ പിന്നിൽ ഉള്ള വിഭാഗമാണ് ഈ പറയുന്ന യഹൂദന്മാരെന്ന് പറയുന്നത്. അപ്പോൾ വിശുദ്ധ ബൈബിൾ പറയുന്ന അബ്രഹാമും അതുപോലെ ചരിത്രത്തിന് പിൻബലം അവർക്കുണ്ട് എന്നുള്ളതും, അതുപോലെ അവർ ഒരു സാധാരണ വിഭാഗമല്ല, അത് ദൈവം തിരഞ്ഞെടുത്ത വിഭാഗമാണെന്ന് പറയുമ്പോൾ തന്നെ ഇതൊരു കഥാ സംവിധാനമായിട്ട് കാണാതെ ഇത് ചരിത്രവുമായിട്ട് വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഭാഗമാണ് എന്നും കൂടിയാണ് നിങ്ങൾ അറിയേണ്ടത്. ദൈവം എൻ്റെ കേൾവിക്കാരെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മധ്യപൂർവ്വ ഏഷ്യയുടെ കാര്യങ്ങൾ ഇനിയും ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു വരും. ചെറിയൊരു കാര്യം മാത്രം ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു വന്നേ ഉള്ളൂ. എൻ്റെ കേൾവിക്കാരെ എല്ലാവരെയും സർവശക്തനായ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുതിർന്നു. മറ്റൊരു കാര്യവുമായിട്ട് ഇതിനോട് ബന്ധപ്പെട്ട അടുത്ത ഭാഗവുമായിട്ട് ഞാൻ അടുത്ത ഒരു എപ്പിസോഡ് നിങ്ങളെ കണ്ടെത്തും. സർവശക്തനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.